പൊതുവിദ്യാലയങ്ങളിലേക്കാണ് ക്ഷണിക്കുന്നത്. അവിടെ നമുക്കറിയാം ഇപ്പോൾ ഭക്ഷണമുണ്ട്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കുട്ടികൾക്ക് കൊടുക്കും, ഉച്ചയ്ക്ക് ചോറുണ്ട്, നല്ല കറികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ മെനു ഒന്ന് പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതെ, ബിരിയാണിയൊക്കെ ഇപ്പോൾ അംഗനവാടികളിൽ ലഭ്യമാണ്. സ്കൂളുകളിലേക്ക് കൂടി, അത് UP തലത്തിലൊക്കെ ബിരിയാണിയും അല്ലെങ്കിൽ വെജ് ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ കൊടുക്കാനാണ് സർക്കാർ പറയുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നതാണ്. ഫ്രൈഡ് റൈസ്, മുട്ട എല്ലാം എൻഷുർ ചെയ്യണം. ഇത് എൻഷുർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം പണച്ചെലവ് നല്ലപോലെ ഉണ്ട്. അത് എൻഷുർ ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നു. നമുക്ക് വേഗത്തിൽ നോക്കാം എന്താണ് നിലവിലെ സ്ഥിതി, എത്ര കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണത്തിൻ്റെ ചെലവ് എന്നൊക്കെ. പുതിയ മെനുവിലുള്ളത് വെജ് ബിരിയാണി, പനീർ, ഫ്രൈഡ് റൈസ്, മുട്ട, അങ്ങനെ പുതിയ കാലത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ്. അത് ശരിയാണ്, നന്നായിട്ട് കഴിക്കാൻ, അതെ, അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സ്കൂൾ മെനുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പുതിയ മെനുവിന്റെ ചെലവ് പ്രതിദിനം 100 കുട്ടികൾക്ക് ചെലവ് കണക്കാക്കുന്നത് തന്നെ 1500 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. ഒരു സ്കൂളിൽ എന്തായാലും 100 കുട്ടികൾ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് 20 രൂപ ചെലവ് സാധാരണ രീതിയിൽ കണക്കാക്കുന്നത്. വളരെ കുറഞ്ഞ ചെലവിട്ടിട്ടാണ് ഈ 20 രൂപയിൽ. നമുക്കറിയാം പുറത്ത് നമ്മൾ കഴിക്കുന്ന 20 രൂപയ്ക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം സാധ്യമാണോ എന്ന്. പക്ഷേ കുട്ടികൾക്ക് 20 രൂപ സർക്കാർ കണക്കാക്കുമ്പോൾ 13,560 രൂപയാണ് 100 കുട്ടികളുടെ ചെലവ് എന്ന നിലയ്ക്ക് സർക്കാർ നൽകുക. അതായത് 20 രൂപ ചെലവാകും, സർക്കാർ നൽകുന്നത് 6.5 രൂപയാണ്. അതെ. ബാക്കി തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ആ ബാക്കി തുകയ്ക്ക് വേണ്ടിയാണ് അധ്യാപകർ പ്രതിസന്ധിയിലാകുന്നത്. 100 കുട്ടികളുള്ള സ്കൂളിന് 20 ദിവസത്തേക്കുള്ള പണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ 10,000 രൂപയെങ്കിലും അധികം സ്വാഭാവികമായിട്ട് ഇതിന് ചെലവ് വരും. ഒപ്പം അഭിലാഷ്, നമുക്കറിയാം പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറുമാണ്. അതെ, കഞ്ഞി വെക്കുന്ന ഒരു ചേച്ചി, നമ്മൾ ചേച്ചി എന്നാണ് സ്കൂളിൽ വിളിക്കുക. ഒരാളെ കൊണ്ട് മാത്രം ഇതെല്ലാം കൂടി വെക്കാൻ പറ്റുമോ? അതെ, ഇപ്പോൾ എന്ന് വെച്ചാൽ 100 കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകൾ, 500 ഒക്കെ ഉള്ള കുട്ടികൾ ഉള്ള സ്കൂളുകളിൽ ഒരാളെ കൊണ്ട് എങ്ങനെ ഇത്രയും വ്യത്യസ്തമായ അല്ലെ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുമെന്നത് പ്രശ്നമാണ്. അപ്പോൾ ജോലിക്കാരെ, പാചകക്കാരെ കൂടുതലായി നിയമിക്കേണ്ടി വരും. പണം, അതിലൊക്കെ ഉപരിയായി പണം വേണ്ടി വരും. ഇതാണ് ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്. അതായത് 6 രൂപ 78 പൈസയൊക്കെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, സർക്കാർ കൊടുക്കുമ്പോൾ ചെലവ് വരുന്നത് 20 രൂപയാണ്. ബാക്കി പണം ആരുടെ കേസിൽ? അത് പ്രധാന അധ്യാപകന്റെ പോക്കറ്റിൽ നിന്ന് ഈ പണം ചിലവാകുമോ? അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിർദ്ദേശിച്ച മെനു അനുസരിച്ചുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ ഇതിനുള്ള മതിയായ പണം സർക്കാർ കൊടുത്തില്ലെങ്കിൽ ഈ ഹെഡ്മാഷന്മാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അധ്യാപകർ പിരിക്കാൻ ഇറങ്ങണമെന്നാണ്. അപ്പോൾ അധ്യാപകർ പറയുന്നത് ഞങ്ങളുടെ ജോലി പഠിപ്പിക്കലാണോ അതോ പണം പിരിക്കൽ? ഇത് മാത്രമല്ല കേട്ടോ, ഒരു വിഷയം കൂടി സൂചിപ്പിക്കുക. സ്കൂളുകളിൽ സ്കൂൾ ബസ്സുകളുണ്ട്, സർക്കാർ അനുവദിച്ച സ്കൂൾ. ഇത് അനുഭവത്തിൽ നിന്നുകൂടി പറയുന്നത്. അപ്പോൾ ഈ ബസ് മുന്നോട്ട് പോകണമെങ്കിൽ തൊട്ടടുത്ത് നടന്നു പോകാൻ ദൂരത്തുള്ള കുട്ടികൾ കൂടി ബസ്സിൽ പോവുകയാണ് ഈ സംവിധാനം മുന്നോട്ട് പോകാൻ. പക്ഷെ എന്നാൽ പോലും അതിന് ഇന്ധന ചെലവ്, ഡ്രൈവറുടെ ചെലവ്, ആയക്കുള്ള ചിലവൊക്കെ കണക്കാക്കി പൈസ മതിയാവുമെന്ന് തോന്നുന്നില്ല. അവിടെയും HMന്റെ കേസിയിൽ നിന്ന് പൈസ പോകും. ഇതാണ് സംഭവിക്കുന്നത്.